ഗൈസ്, എല്ലാവർക്കും ലോജിക് പ്രോഗ്രാമിലേക്ക് വീണ്ടും സ്വാഗതം. HTML അല്ലെങ്കിൽ ഹൈപ്പർ ടെക്സ്റ്റ് മാർക്കപ്പ് ലാംഗ്വേജ്, അതിൻ്റെ എക്സാമ്പിൾ വിത്ത് എക്സ്പ്ലനേഷനാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. വെബ് പേജസ് ക്രിയേറ്റ് ചെയ്യാൻ അല്ലെങ്കിൽ ഡിസൈൻ ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്നതാണ് നമ്മുടെ HTML ലാംഗ്വേജ്. വെബ് പേജിൻ്റെ സ്ട്രക്ചർ ഇത് ഡിസ്ക്രൈബ് ചെയ്യാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്നു. അതുപോലെ HTML പേജിൻ്റെ ബിൽഡിംഗ് ബ്ലോക്സ് എന്ന് പറയുന്നത് എലമെൻറ്റ്സ് ആണ്. ഈ എലമെൻറ്റ്സ് നമ്മൾ റെപ്രസെൻ്റ് ചെയ്യുന്നത് ടാഗുകൾ ഉപയോഗിച്ചിട്ടാണ്. പക്ഷെ നമ്മളീ കൊടുക്കുന്ന ടാഗുകളൊന്നും നമ്മൾ വെബ് പേജിൽ ഡിസ്പ്ലേ ചെയ്യില്ല. നമ്മൾ കൊടുക്കുന്ന ടാഗുകൾ ഡിസ്പ്ലേ ചെയ്യില്ല. പിന്നെ എന്താണ് ഡിസ്പ്ലേ ചെയ്യുന്നത്? നമ്മളെ ബോഡി പാർട്ടിൽ കൊടുക്കുന്ന കണ്ടൻസ് ആണ് സ്ക്രീനിൽ ഡിസ്പ്ലേ ചെയ്യുന്നത്. ഇനി എന്താണ് ടാഗുകൾ എന്ന് നോക്കാം. ഒരു പ്രോഗ്രാം അറിയുന്നതിന് മുമ്പ് അതിലുള്ള ഇപ്പോൾ ടാഗ് HTML പ്രോഗ്രാമിൽ നമ്മൾ കൂടുതൽ യൂസ് ചെയ്യുന്ന ടാഗുകളാണ്. അപ്പോൾ നമ്മൾ നിർബന്ധമായിട്ടും ടാഗുകളെ കുറിച്ചിട്ട് അറിഞ്ഞിട്ടുണ്ടാവണം. HTML ടാഗുകൾ എന്താണെന്ന് നോക്കാം. HTML ടാഗുകൾ ആംഗിൾ ബ്രാക്കറ്റ്സിൻ്റെ ഉള്ളിലാണ് നമ്മൾ ടാഗുകൾ എഴുതുന്നത്. പെയർ ടാഗുകളാണ് നമ്മൾ കൂടുതലായിട്ടും യൂസ് ചെയ്യുന്നത്. എക്സാമ്പിൾ പാരഗ്രാഫ്. ഈ പാരഗ്രാഫിൻ്റെ ഓപ്പണിംഗ് ടാഗും ക്ലോസിംഗ് ടാഗും ഉണ്ട്. ഫസ്റ്റ് ടാഗ് അത് സ്റ്റാർട്ടിംഗ് ടാഗും, സെക്കൻഡായിട്ട് വരുന്ന ടാഗ് എൻഡിങ് ടാഗുമാണ്. ഈ എൻഡിങ് ടാഗ് നമ്മൾ ഫോർവേഡ് സ്ലാഷ് ഉപയോഗിച്ചിട്ടാണ് നമ്മൾ റെപ്രസെൻ്റ് ചെയ്യുന്നത്. ഇനി അതിൻ്റെ ഒരു എക്സാമ്പിൾ നമുക്ക് നോക്കാം. പാരഗ്രാഫിൻ്റെ P എന്ന് പറഞ്ഞിട്ടുള്ള ഓപ്പണിംഗ് ടാഗ് ഇട്ടിട്ടുണ്ട്. അതേപോലെ തന്നെ അതിൽ കണ്ടൻ്റായിട്ട് ഞാൻ കൊടുത്തിരിക്കുന്നത് ദിസ് ഈസ് എ പാരഗ്രാഫ് എന്ന് എഴുതിയിട്ട് ഒരു ക്ലോസിംഗ് ടാഗും കൊടുത്തിട്ടുണ്ട്. ഫസ്റ്റത്തതിന് സ്റ്റാർട്ടിങ്ങിന് അല്ലെങ്കിൽ ഫസ്റ്റ് ടാഗിന് നമ്മൾ ഓപ്പണിംഗ് ടാഗ് എന്നും, എൻഡിങ്ങിലുള്ള അല്ലെങ്കിൽ ഏറ്റവും ലാസ്റ്റ് വരുന്ന സെക്കൻഡ് ടാഗിന് നമ്മൾ എന്ത് കൊടുക്കുന്നു? ക്ലോസിംഗ് ടാഗ് എന്നാണ് പറയുന്നത്. ഇനി എക്സാമ്പിൾ വിത്ത് എക്സ്പ്ലനേഷനാണ്. ഇത് എക്സാമ്പിൾ ഞാൻ നിങ്ങൾക്ക് റൺ ചെയ്ത് വേറെ ടൈപ്പ് ചെയ്തത് റൺ ചെയ്ത് കാണിച്ചു തരും. ഇത് ഓരോ ലൈൻസും എന്താണെന്നുള്ളത് അതിൻ്റെ ഒപ്പം തന്നെ ഞാൻ കൊടുത്തിരിക്കുകയാണ്. ആദ്യം നമുക്ക് ഡോക് ടൈപ്പ്. എന്താണ് ഡോക് ടൈപ്പ് എന്നുള്ളത് അറിയണം. ഡോക് ടൈപ്പ് HTML എന്ന് കൊടുത്തിട്ടുണ്ട്. ഇത് HTML5-നെയാണ് റെപ്രസെൻ്റ് ചെയ്യുന്നത്. എല്ലാ ഡോക്യുമെൻറ്റിലും സ്റ്റാർട്ട് ചെയ്യുന്നത് ഈ ഡോക് ടൈപ്പ് വെച്ചിട്ടായിരിക്കണം. അപ്പോൾ ഈ ഡോക് ടൈപ്പിനെ റെപ്രസെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മളിത് ഡിക്ലെയർ ചെയ്യുന്നത്. ഇത് ബ്രൗസറിൽ നമുക്ക് വെബ് പേജസ് ഡിസ്പ്ലേ ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യും. അപ്പോൾ ഇത് നമ്മൾ കൊടുക്കേണ്ടത് ഏറ്റവും ടോപ്പിലാണ് കൊടുക്കേണ്ടത്. അതായത് നമ്മൾ ടാഗുകളൊക്കെ ഡിക്ലെയർ ചെയ്യുന്നതിന് മുന്നേ തന്നെ നമ്മൾ എന്ത് ചെയ്യണം? ഇത് കൊടുക്കണം. പിന്നെ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, ഇത് കേസ് സെൻസിറ്റീവ് അല്ല. അടുത്തത് നമ്മൾ HTML എന്ന് പറയുന്നത് റൂട്ട് എലമെൻ്റ് ആണ്. റൂട്ട് എലമെൻറ്റ് HTML പേജിൻ്റെ റൂട്ട് എലമെൻ്റ് എന്ന് പറയുന്നത് ഈ ടാഗാണ്. അതായത് HTML ഡോക്യുമെൻ്റ് തുടങ്ങുന്നത് HTMLൻ്റെ ഓപ്പണിംഗ് ടാഗ് വെച്ചിട്ടാണ്, എൻഡ് ചെയ്യുന്നത് ക്ലോസിംഗ് ടാഗ് വെച്ചിട്ടാണ്. അടുത്തത് ഹെഡ് സെക്ഷനിൽ വരുന്നത് ആ ഡോക്യുമെൻറ്റിനെ കുറിച്ചിട്ടുള്ള ഇൻഫോർമേഷനാണ്. ഇനി ടൈറ്റിൽ, ഈ ഹെഡിൻ്റെ ഉള്ളിലാണ് ഹെഡ് ടാഗ് ഓപ്പൺ ചെയ്ത് ക്ലോസ് ചെയ്യുന്നതിൻ്റെ ഉള്ളിലാണ് നമ്മളെ ടൈറ്റിൽ വരുന്നത്. നമ്മൾ വെബ് പേജിനൊരു ടൈറ്റിൽ കൊടുക്കുമല്ലോ, ആ ടൈറ്റിൽ വരുന്നത് ഹെഡ് സെക്ഷൻ്റെ ഉള്ളിലാണ്. അത് നമുക്ക് എന്തിനെ കുറിച്ചിട്ടാണോ നമ്മൾ ആ ഡോക്യുമെൻ്റ് ആ വെബ് പേജിലുള്ളത് അതിനെ സംബന്ധിച്ചിട്ടുള്ള ടൈറ്റിൽ കൊടുക്കാം. ബോഡി സെക്ഷനിൽ വരുന്നത് നമുക്ക് ആ വെബ് പേജിൽ ആ സ്ക്രീനിൽ എന്തൊക്കെയാണോ ഡിസ്പ്ലേ ചെയ്യേണ്ടത് അതിനെക്കുറിച്ചിട്ടുള്ള കാര്യങ്ങളാണ് ഈ ബോഡി പാർട്ടിൽ നമ്മൾ കൊടുക്കുന്നത്. അതായത് ബോഡി ഓപ്പണിംഗ് ആൻഡ് ക്ലോസിംഗ് ടാഗിൻ്റെ ഇടയിൽ നമ്മൾ കൊടുക്കുന്ന കാര്യങ്ങൾ, ഇപ്പോൾ പാരഗ്രാഫ് ആണെങ്കിലും ഹെഡിങ് ആണെങ്കിലും അത് എന്താണ് നമ്മൾ കൊടുക്കുന്നത് അതൊക്കെ നമ്മൾ വെബ് പേജിൽ ഡിസ്പ്ലേ ചെയ്യും. ഇനി നമ്മൾ ഹെഡിങ്ങുകളെ കുറിച്ചിട്ട് അറിയണം. ഹെഡിങ്ങുകൾ H1 മുതൽ H6 വരെ ഹെഡിങ്ങുകളുണ്ട്. ഏറ്റവും ലാർജ് H1 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഏറ്റവും ലാർജ് ആയിട്ടുള്ള ഹെഡിങ് ആണ്. നല്ല ബോൾഡായിട്ട് നിൽക്കും. അതിന് അത്രയും ഇമ്പോർട്ടൻസ് ഉണ്ട്. H1 എന്ന് പറയുമ്പോൾ മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഹെഡിങ്ങും H6 എന്ന് പറയുമ്പോൾ ലീസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഹെഡിങ്ങുമാണ്. H1 എന്ന് പറയുന്നതിനേക്കാളും ഇമ്പോർട്ടൻസ് കുറവായിരിക്കും H2 എന്ന് പറയുന്നതിന്, അതിനേക്കാൾ കുറവായിരിക്കും H3 എന്ന് പറയുന്നത്. അങ്ങനെ H6 എന്ന് പറയുമ്പോൾ അതിനേക്കാളൊക്കെ ഏറ്റവും കുറവുള്ളതായിരിക്കും H6-ന്.
നമ്മൾ സബ് ഹെഡിങ് എന്നൊക്കെ കേട്ടിട്ടുണ്ടാവുമല്ലോ, H1 H2 അങ്ങനെ സബ് ഹെഡിങ്ങുകളൊക്കെ ഉണ്ടാവും. ആ ഹെഡിങ്ങുകളൊക്കെ നമ്മൾ ഡിക്ലെയർ ചെയ്യുന്നത് H1 H2 അങ്ങനെ ടാഗ് യൂസ് ചെയ്തിട്ടാണ്. അടുത്തതാണ് പാരഗ്രാഫ്. പാരഗ്രാഫ് നമ്മൾ കൊടുക്കണമെന്നുണ്ടെങ്കിൽ P എന്ന് പറയുന്ന ആംഗിൾ ബ്രാക്കറ്റ്സിൻ്റെ ഉള്ളിൽ P എന്ന് കൊടുത്തിട്ട് നമ്മൾ ഓപ്പണിംഗ് ടാഗും ക്ലോസിംഗ് ടാഗിൻ്റെ ഇടയിലാണ് നമ്മുടെ പാരഗ്രാഫ് കൊടുക്കുന്നത്. ആ പാരഗ്രാഫ് നമുക്ക് നമ്മളുടെ വെബ് പേജിൽ കാണാനായിട്ട് സാധിക്കും. ഇനി ബോഡി സെക്ഷൻ നമ്മൾ ക്ലോസ് ചെയ്തു. ബോഡി സെക്ഷൻ നമ്മൾ ഹെഡ് കഴിഞ്ഞതിന് ശേഷമാണ് ഓപ്പൺ ചെയ്തിരുന്നത്, ഏറ്റവും അവസാനം ക്ലോസ് ചെയ്തു. അതേപോലെ തന്നെ HTML നമ്മൾ പ്രോഗ്രാം കഴിഞ്ഞ് കഴിഞ്ഞാൽ HTML ക്ലോസ് ചെയ്യും. ഇതിപ്പോൾ നിങ്ങൾക്കൊന്നും പെട്ടെന്നൊന്നും മനസ്സിലാവില്ല, ഞാനതിൻ്റെ ഒപ്പം തന്നെ അതെന്താണെന്ന് പറഞ്ഞതുകൊണ്ട് പെട്ടെന്ന് മനസ്സിലാവില്ല. ഇനി നമുക്കിതിൻ്റെ പ്രോഗ്രാം റൺ ചെയ്ത് നോക്കാം, അപ്പോൾ നിങ്ങൾക്കത് കൂടുതൽ മനസ്സിലാവും. ഓക്കെ, ചെറിയ പ്രോഗ്രാമാണ്, നല്ല ഈസിയാണ്, പെട്ടെന്ന് മനസ്സിലാവും. നമ്മൾ ഡോക് ടൈപ്പ് ഫസ്റ്റ് നമ്മൾ കൊടുത്തിട്ടുള്ള ഡോക് ടൈപ്പ് HTML5നെയാണ് അത് റെപ്രസെൻ്റ് ചെയ്യുന്നത്. അത് കഴിഞ്ഞ് HTML തുടങ്ങി അത് എൻഡ് ചെയ്യുന്നത് ഏറ്റവും അവസാനത്തിലാണ്. അത് ക്ലോസ് ടാഗ് യൂസ് ചെയ്തിട്ട് ഏറ്റവും അവസാനത്തിലാണത് എൻഡ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നമ്മളുടെ ഡോക്യുമെൻ്റ് കഴിഞ്ഞു എന്നുള്ളത് നമുക്ക് ഉറപ്പായിട്ടത് മറന്നു പോകരുത് ഇടാനായിട്ട്. ഓപ്പണിംഗ് ടാഗ് ഇടുന്നതിൻ്റെ ഒപ്പം തന്നെ ക്ലോസിംഗ് ടാഗ് ഇടുക. അതിന് നടുവിൽ വെച്ചിട്ട് നമ്മളെന്ത് ചെയ്യുക, ടൈപ്പ് ചെയ്യാം. അങ്ങനെ ചെയ്യുമ്പോൾ നമ്മളത് ഇടാനായിട്ട് മറക്കില്ല. അപ്പോൾ പ്രോഗ്രാമിൻ്റെ അവസാനം നമ്മൾ വായിച്ച് നോക്കുമ്പോൾ നമുക്ക് പെട്ടെന്നെല്ലാം ഇപ്പോൾ ക്ലോസിംഗ് ടാഗുകളൊക്കെ ഇട്ടിട്ടുണ്ടെന്ന് തോന്നും, പക്ഷേ അത് ഇട്ടിട്ടുണ്ടാവില്ല. അപ്പോൾ നിങ്ങളിതിൻ്റെ ഇടയിൽ വെച്ചിട്ട് ആദ്യം രണ്ടും ഒപ്പം തന്നെ എഴുതാം. ഓപ്പണിംഗ് ടാഗും ക്ലോസിംഗ് ടാഗും എഴുതിയതിന് ശേഷം നടുവിൽ നമ്മൾ ടൈപ്പ് ചെയ്യാനായിട്ട് എപ്പോഴും ശ്രദ്ധിക്കാം. പിന്നെ അതുപോലെ ഹെഡ് സെക്ഷനിൽ പേജിൻ്റെ ടൈറ്റിലൊക്കെ ഞാൻ കൊടുത്തിട്ടുണ്ട്. ഹെഡ് സെക്ഷൻ ക്ലോസ് ചെയ്തു. പിന്നെ ബോഡി പാർട്ടിൽ ഞാൻ കൊടുത്തിട്ടുള്ളത് എനിക്ക് ആവശ്യമുള്ള ഹെഡിങ്ങും പാരഗ്രാഫുമാണ്. ചെറിയൊരു പ്രോഗ്രാമാണ്. ഇപ്പോൾ കാര്യമായിട്ട് ഇതിലൊന്നുമില്ല, 2-3 വരികളേ ഉള്ളൂ. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പാരഗ്രാഫ് ഞാൻ കൊടുത്തിട്ടുണ്ട്, മൈ ഫസ്റ്റ് പാരഗ്രാഫ് എന്ന് പറഞ്ഞിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് റൺ ചെയ്ത് നോക്കാം, എങ്ങനെയാണിത് ഒരു വെബ് പേജിൽ റൺ ആവുന്നത് നോക്കാം. മൈ ഫസ്റ്റ് ഹെഡിങ്, അതായത് അത്രയും ബോൾഡായിട്ട് ഒരു ഹെഡിങ് അത്രയും ബോൾഡായിട്ട് കൊടുക്കുന്നുണ്ട്. നമ്മൾ H1 എന്ന് പറഞ്ഞ് കൊടുത്തതാണ് അങ്ങനെ കൊടുക്കുന്നത്. പാരഗ്രാഫ് ഞാൻ ഒരു ലൈനാണ് കൊടുത്തിട്ടുള്ളത്, അതുകൊണ്ട് തന്നെ അത് അത്ര ചെറുതാണ്. ഇനി നമുക്ക് വേറൊരു ഓപ്ഷൻ ഉണ്ട്. ഞാനിപ്പോൾ ഡീകോഡർ എന്ന് പറയുന്ന ഒരു ആപ്ലിക്കേഷനാണ് യൂസ് ചെയ്തിട്ടുള്ളത്. ഇതിൽ ടെസ്റ്റ് വിത്ത് ക്രോം എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷനുണ്ട്, അത് വേണമെങ്കിൽ നമുക്ക് ചെയ്യാവുന്നതാണ്. ഇതേപോലെ തന്നെ നമ്മൾ ക്രോമിൽ റൺ ചെയ്യാൻ പറ്റും. ഇനി ഞാനിപ്പോൾ ഇത് ഈ പ്രോഗ്രാമിൽ ഞാൻ കുറച്ച് മോഡിഫിക്കേഷൻസ് വരുത്തിയിട്ടുണ്ട്. ഞാനിതിൻ്റെ ടൈറ്റിൽ, അതുപോലെ ഹെഡിങ്, പാരഗ്രാഫ് ഇതൊക്കെ മാറ്റം വരുത്തിയിട്ടുണ്ട്. ഞാൻ ടൈറ്റിൽ കൊടുത്തിരിക്കുന്നത് ലോജിക് പ്രോഗ്രാമിംഗ്, അതുപോലെ ഹെഡിങ്ങും അത് തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. പാരഗ്രാഫ് ഞാൻ അതിനെക്കുറിച്ച് ചെറിയൊരു ഡിസ്ക്രിപ്ഷൻ കൊടുത്തിട്ടുണ്ട്. ബാക്കി എല്ലാതും മറ്റേ പ്രോഗ്രാമിനെ പോലെ തന്നെയാണ്. അതിൽ ഞാൻ ഈ കണ്ടൻറ്റ് മാത്രം മാറ്റിയെന്നുള്ളൂ. പിന്നെ ഞാൻ അഡീഷണലായിട്ട് കൊടുത്തിട്ടുള്ളത് മാർക്ക് യു എന്ന് പറയുന്നതാണ്. മാർക്ക് യു എന്ന് പറയുന്ന ടാഗാണ് ഞാൻ അഡീഷണലായിട്ട് കൊടുത്തിട്ടുള്ളത്. അതിന് ഞാൻ സ്റ്റൈൽ കൊടുത്തിട്ടുണ്ട്. സ്റ്റൈലിൽ അതിൻ്റെ കളർ ഏതാണെന്നുള്ളത് പറഞ്ഞിട്ടുണ്ട്. 2 കളറാണ് ഞാൻ യൂസ് ചെയ്തിട്ടുള്ളത്. അത് കഴിഞ്ഞിട്ട് എനിക്ക് സ്ക്രോൾ ചെയ്യേണ്ട ടെക്സ്റ്റ് എന്താണോ അത് ഞാൻ കൊടുത്തിട്ടുണ്ട്. ഈ മാർക്ക് ഞാനിവിടെ യൂസ് ചെയ്യുന്നത് സ്ക്രോളബിൾ ടെക്സ്റ്റിന് വേണ്ടിയിട്ടാണ് ഇത് ഞാൻ യൂസ് ചെയ്യുന്നത്. Subscribe my channel, don't forget to like and share. Thanks for watching. എന്ന് പറഞ്ഞിട്ട് ഞാൻ മാർക്ക് കൊടുത്ത് അവസാനം അത് മാർക്ക് ക്ലോസ് ചെയ്തിട്ടുണ്ട്. ഇനി ഏറ്റവും അവസാനം ബോർഡ് ക്ലോസ് ചെയ്തു, അതുപോലെ HTML ക്ലോസ് ചെയ്തിട്ടുണ്ട്. ഇനി ഇത് റൺ ചെയ്ത് നോക്കാം. റൺ ചെയ്യുമ്പോൾ എങ്ങനെയാണ് മാർക്ക് വർക്ക് ചെയ്യുന്നത്, ഇതുപോലെ ഹെഡിങ് എങ്ങനെയാണ്, പാരഗ്രാഫ് എങ്ങനെയാണ് വരുന്നതെന്ന് നോക്കാം. ഇപ്പോൾ റണ്ണ് കൊടുക്കുക. അപ്പോൾ നമ്മുടെ ഹെഡിങ് ലോജിക് പ്രോഗ്രാമിംഗ് എന്ന് പറയുന്ന ആ ഹെഡിങ് അത്രയും ബോൾഡായിട്ട് അത്രയും ഇമ്പോർട്ടൻസ് കൊടുത്തുകൊണ്ട് നിൽക്കുന്നുണ്ട്. അതുപോലെ തന്നെ അതിൻ്റെ തൊട്ട് താഴെയായിട്ട് നമുക്ക് പാരഗ്രാഫ് കാണാം. അത് കഴിഞ്ഞ് ടെക്സ്റ്റ് ഇങ്ങനെ സ്ക്രോൾ ചെയ്ത് പോയിട്ട് കാണാം. സ്ക്രോളബിളായിട്ടുള്ള ടെക്സ്റ്റ് നമുക്ക് കാണാനായിട്ട് പറ്റും. ഞാൻ കൊടുത്തിട്ടുള്ള പ്ലീസ് സബ്സ്ക്രൈബ് മൈ ചാനൽ, ഡോണ്ട് ഫോർഗെറ്റ് ടു
ലൈക്ക് ആൻഡ് ഷെയർ എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ സ്ക്രോൾ ചെയ്തിട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ HTML കുറിച്ചിട്ടുള്ള ഈ വീഡിയോ നിങ്ങൾക്ക് വളരെയധികം യൂസ്ഫുള്ളായി ഞാൻ വിചാരിക്കുന്നു. നിങ്ങൾക്ക് ഇഷ്ടമായി വിചാരിക്കുന്നു. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക. അതിൻ്റെ തൊട്ടടുത്തൊരു കുഞ്ഞു ബെല്ലൈക്കൺ ഉണ്ട്, അതുകൂടി ക്ലിക്ക് ചെയ്യാനായിട്ട് മറക്കരുത്. അതുപോലെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഓക്കെ, താങ്ക്സ് ഫോർ വാച്ചിങ്.